നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് മാളൂട്ടി വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. വെള്ളാങ്ങല്ലൂർ തൈപ്പറമ്പിൽ വീട്ടിൽ 22 വയസ്സുള്ള റിസാലാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന തളിക്കുളം പണിക്ക വീട്ടിൽ ഷാഹിദിനെ സാരമായ പരിക്കോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 11:30 ചാവക്കാട് ഭാഗത്തുനിന്ന് അഞ്ചങ്ങാടിയിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് മാളൂട്ടി വളവിൽ റോഡരികിലെ തെങ്ങിൻ പറമ്പിലെ 4 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു. തെങ്ങിലിടിച്ച് 10 മീറ്ററോളം ദൂരേക്ക് ബൈക്ക് തെറിച്ചു വീഴുകയായിരുന്നു. നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് അഞ്ചങ്ങാടി PM മൊയ്തീൻ ഷാ ആംബുലൻസ് പ്രവർത്തകർ ഇരുവരെയും ആദ്യം ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റിസാലിനെ രക്ഷിക്കാനായില്ല. ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. അടഞ്ഞുകിടക്കുന്ന വീട് വൃത്തിയാക്കാനെത്തിയ തൊഴിലാളിക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഹരിദാസ് നഗറിൽ ചിറ്റിലടുത്ത് സതീഷ് കുമാറിനാണ് കടിയേറ്റത്. താമരയൂർ പൂങ്കാവനം റോഡിൽ പെലക്കാട്ട് മഞ്ജുവിന്റെ വീട് വൃത്തിയാക്കാനെത്തിയപ്പോഴാണ് സംഭവം. പ്രസവിച്ച് കിടക്കുകയായിരുന്ന പട്ടി ഓടിയെത്തി കാലിൽ കടിക്കുകയായിരുന്നു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം തൈക്കാട് മേഖലയിൽ 25ഓളം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാത ചാലിശ്ശേരി പട്ടാമ്പി പാതയുടെ നവീകരണം തുടങ്ങി. മന്ത്രി MP രാജേഷിന്റെ ഇടപെടലിനെ തുടർന്ന് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി 63.79 കോടി രൂപയാണ് പാതയുടെ പുനർനിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 2-നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പാത നവീകരണം ഉദ്ഘാടനം നടത്തിയത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ റോഡ് സർവേ വിഭാഗം സർവേ തുടങ്ങി. റോഡിന്റെ അഴുക്കുചാൽ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. തൃശൂർ ജില്ലാതിർത്തിയായ തണത്തറ പാലത്തിന്റെ സമീപത്തു നിന്നാണ് നിർമ്മാണം തുടങ്ങുന്നത്. റോഡിന്റെ ഇരുവശത്ത് വ്യക്തികളുടെയും കെട്ടിടങ്ങളുടെയും റോഡിലേക്കുള്ള തള്ളിക്കയറ്റം നിരവധിയിടങ്ങളിൽ നടന്നിട്ടുണ്ട്. കയ്യേറ്റം നടത്തി നിർമ്മിച്ച കെട്ടിടങ്ങളും ഷെഡുകളും പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് KSTP ഉദ്യോഗസ്ഥർ നിരവധി പേർക്ക് നോട്ടീസ് നൽകി. ആൾതാമസമില്ലാത്ത ഷെഡുകളും കെട്ടിടങ്ങളും പൊളിച്ചു നീക്കണമെന്ന് അറിയിപ്പെഴുതി നോട്ടീസ് പതിച്ചു. ചാലിശ്ശേരി ക്ഷേത്രം മുതൽ കൂറ്റനാടിനും കൂട്ടുപാതയ്ക്കുമിടയിൽ നിരവധി താൽക്കാലിക ഷെഡുകൾ പൊളിച്ചു നീക്കാനും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ വ്യക്തികൾ വലിയ കെട്ടിടങ്ങളോട് ചേർന്ന് താൽക്കാലികമായി ഇറക്കിയ ഷെഡുകൾ എവിടെയും പൊളിച്ചു നീക്കിയതായി കാണുന്നില്ല. കച്ചവടം നിർത്തിപ്പോയ പല കെട്ടിടങ്ങളുടെയും മുൻഭാഗങ്ങളിൽ ഉദ്യോഗസ്ഥർ നോട്ടീസ് പതിച്ചിട്ടുണ്ട്. KSTPയാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ വിവിധ സ്ഥലങ്ങളിൽ 28 ഓവുപാലങ്ങൾ പുതുക്കിപ്പണിയും. ആവശ്യമായ സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത അഴുക്കുചാലുകൾ ഉണ്ടാവും. കാത്തിരിപ്പ് കേന്ദ്രം, പുതിയ ബസ് ബേകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് 2026-ൽ തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യം. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന കുന്നംകുളം നഗരസഭയുടെ അവസാന കൗൺസിൽ യോഗം സൗഹാർദ്ദത്തിന്റെ ഊഷ്മള കാഴ്ചയായി. ഇറങ്ങിപ്പോക്കും ബഹളവുമില്ലാതെ നടന്ന യോഗത്തിന്റെ സമാപന ശേഷം സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ഒരേ കൗൺസിലിൽ കഴിഞ്ഞ 5 വർഷമായി രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ പരസ്പരം പോരടിച്ചിരുന്നവർ ഒരു ടേം പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായി നടന്ന അവസാന കൗൺസിൽ യോഗം വിയോജിപ്പുകൾ മറന്ന സൗഹാർദ്ദത്തിന്റെ വേദി കൂടിയായി. ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സ്ഥാപിച്ചു പ്രവർത്തിക്കുന്ന വീടുകൾക്ക് കെട്ടിട നികുതിയിൽ 5% ഇളവ് അനുവദിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ശുചിത്വ മിഷൻ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഉറവിട മാലിന്യ സംസ്കരണ ഉപാധിയിലൂടെ മാലിന്യ സംസ്കരണം നടത്തുന്നവർക്കാണ് ഇളവ്. വീട്ടുടമ ഹരിതമിത്രത്തിലൂടെയോ K-സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ സത്യവാങ്മൂലം സഹിതം അപേക്ഷിക്കണം. 1 വർഷത്തേക്കാണ് ഇളവ് ലഭിക്കുക. തുടർന്നുള്ള വർഷങ്ങളിൽ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നികുതി ഇളവ് അനുവദിക്കും. സെപ്റ്റിക് ടാങ്കുകളിലെ മലിനജലം സംസ്കരിക്കാൻ വാങ്ങിയ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പ്രചാരണം നടത്തും. തെരുവ് വിളക്കുകൾ തെളിയിക്കാൻ കരാറുകാരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹിക ക്ഷേമ പെൻഷനിൽ സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി അർഹരായവരെ ഉൾപ്പെടുത്തും. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ നവീകരണത്തിൽ ബൈലൈൻ റോഡുകളിലേക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിനെ അറിയിക്കുമെന്നും അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മറുപടി നൽകി. യോഗത്തിനു ശേഷം ടൗൺഹാളിൽ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. നഗരസഭാംഗങ്ങൾക്കായി കഴിഞ്ഞ ദിവസം മൈസൂരിലേക്ക് വിനോദയാത്രയും ഒരുക്കിയിരുന്നു. ചൊവ്വന്നൂർ സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിലെ പരുമല തിരുമേനിയുടെ 123ാമത് ഓർമ്മ പെരുന്നാൾ സമാപിച്ചു. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാനമസ്കാരവും തുടർന്ന് പ്രദക്ഷിണവും ആശീർവാദവും വിവിധ ആഘോഷ കമ്മിറ്റികളുടെ പെരുന്നാൾ ആഘോഷവും ഉണ്ടായി. ഞായറാഴ്ച രാവിലെ 7:30 പ്രഭാത നമസ്കാരം, വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, വൈകിട്ട് 4:30 ആഘോഷ കമ്മിറ്റികളുടെ സമാപനവും തുടർന്ന് ദേശം ചുറ്റിയുള്ള പ്രദക്ഷിണത്തിന് ശേഷം നേർച്ച സദ്യയോടെ പെരുന്നാൾ സമാപിച്ചു.
പെരുന്നാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഷിജു കാട്ടിൽ, കൈസ്ഥാനി MC റീഗൻ, സെക്രട്ടറി CC വിൽസൺ തുടങ്ങി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. വേദപണ്ഡിതർ മാറ്റുരയ്ക്കുന്ന ഋഗ്വേദ പരീക്ഷയായ കടവല്ലൂർ അന്യോന്യം 16-ാം തീയതി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. 10 ദിവസങ്ങളിലായാണ് കടവല്ലൂർ അന്യോന്യം നടക്കുക. വൈകിട്ട് 4:30 ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടത്തുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. 17 വൈകിട്ടാണ് അന്യോന്യ ചടങ്ങുകളായ വാരമിരിക്കലും രഥ, ജഡ എന്നീ വേദമന്ത്ര പ്രയോഗങ്ങളും തുടങ്ങുക. തൃശൂർ തിരുനാവായ യോഗങ്ങൾ പങ്കെടുക്കും. വേദങ്ങളും ഭാരതീയ വിജ്ഞാന പദ്ധതികളിലെ സംഗീത പാരമ്പര്യവും എന്ന വിഷയത്തിൽ 15-നും 16-നും ദേശീയ സെമിനാറോടെയാണ് പരിപാടികൾ തുടങ്ങുന്നത്. 17-ന് ഭക്തിഗാന സന്ധ്യ, 18-ന് K. രാഹുലിന്റെ ഭക്തി പ്രഭാഷണം, 19-ന് നൃത്ത നാടകം, 20-ന് സന്യാസിമാർ പങ്കെടുക്കുന്ന ഋഷിവാണി, 21-ന് ഹിന്ദുസ്ഥാനി ഭജൻസ്, 22-ന് വാചസ്പതി വേദബന്ധു പുരസ്കാര സമർപ്പണം, പണ്ഡിതരും ഗവേഷണ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന വാക്യാർത്ഥ സദസ്സ്, 23-ന് സാഹിത്യ സത്സംഗം, 24-ന് മേളപദം, 25-ന് സോപാന സംഗീതം തുടങ്ങിയ പരിപാടികളുണ്ടാകും. 26-ന് 4 മണിക്ക് സമാപന സമ്മേളനം മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കരുവാട്ട് വാസുദേവൻ ഭട്ടതിരിപ്പാട് അവാർഡ് സമർപ്പണവും നടക്കും. ചടങ്ങിൽ അന്യോന്യത്തിന്റെ ബ്രോഷർ ഗാനരചയിതാവ് BK ഹരിനാരായണനിൽ നിന്നും കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്തു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലെ മോനുട്ടി മുസ്ലിയാർ സ്മാരക അങ്കണവാടി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗം AV അബ്ദുൾ ഗഫൂർ, TR ഖാദർ, CK സിദ്ദീഖ്, ഷാഹുൽ ഹമീദ് ചിന്നക്കൽ, പണ്ടാരി മുഹമ്മദ് ഉണ്ണി, PK ഷറഫുദ്ദീൻ, പടൂർ റസാഖ്, ALMSC അംഗങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്ത് മെമ്പർ TR ഇബ്രാഹിം സ്വാഗതവും ഭാരതി ടീച്ചർ നന്ദിയും പറഞ്ഞു. ചൂണ്ടൽ പഞ്ചായത്തിലെ തലക്കോട്ടുകര നായരങ്ങാടി സെന്ററിൽ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ നടത്തി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് സ്വിച്ച് ഓൺ നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം സ്മിത ഷാജി, പഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി ചെയർമാൻ ഷാജി കൊയിലത്ത്, വാർഡ് വികസന സമിതി അംഗങ്ങളായ CL ചെറിയാൻ, CK മുരളി, ലിയോൺസ് തലക്കോട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5,10,000 രൂപ ഉപയോഗിച്ച് മിനി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചതോടെ പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യമാണ് നിറവേറ്റപ്പെട്ടത്. കേരള ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം ബുധനാഴ്ച ഗുരുവായൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൗൺ ഹാളിൽ രാവിലെ 10-ന് ആരംഭിക്കുന്ന സമ്മേളനം മുൻ DGP TP സെൻകുമാർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ വിവിധ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നായി 500ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ മുക്തമാക്കുക, ക്ഷേത്ര ഭരണ സമിതികളിൽ സന്യാസി സമൂഹം ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തുക, അന്യാധീനപ്പെട്ട ക്ഷേത്ര സ്വത്തുകൾ തിരിച്ചുപിടിക്കുക തുടങ്ങിയ വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് സമ്മേളനം നടത്തുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. K. സുധാകരൻ, TC സേതുമാധവൻ, സേതു തിരുവങ്കിടം, AC കൃഷ്ണൻ, KA ജയതിലകൻ, VK സുരേഷ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭയിലെ CPM ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ യാത്രയ്ക്ക് തുടക്കമായി. ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ മുൻ DCC പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റന്മാരായ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ് എന്നിവർക്ക് പതാക കൈമാറി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, മുൻ UDF കൺവീനർ K. നവാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PV ബദറുദ്ദീൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R. രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധയിടങ്ങളിൽ ജാഥ പര്യടനം നടത്തി വൈകിട്ട് പുത്തൻകടപ്പുറത്ത് സമാപിക്കും. നാളെ വൈകിട്ട് പുന്ന സെന്ററിൽ ജാഥ സമാപിക്കും. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. ചൂണ്ടൽ പഞ്ചായത്ത് 17-ാം വാർഡിൽ സെന്റ് ജോസഫ്സ് ആശുപത്രിക്ക് പിറകിൽ സ്ഥിതി ചെയ്യുന്ന ചൂണ്ടൽ ആശുപത്രി ചിറയുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായി. നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച ചിറയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ നിർവഹിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, ചൂണ്ടൽ സെന്റ് ജോസഫ്സ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ്, ആസൂത്രണ സമിതി അംഗം എം പീതാംബരൻ, പഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി ചെയർമാൻ എം കെ ആന്റണി എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചൂണ്ടൽ ആശുപത്രി ചിറയുടെ നവീകരണം പൂർത്തിയാക്കിയത്. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ രാമപുരം വാർഡിൽ മിഴിയോരം റോഡിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു. മുൻ പഞ്ചായത്ത് അംഗം ഖദീജ ടീച്ചർ, റസാഖ്, റോയ് വർഗീസ്, അഷ്റഫ് മാമ്പുള്ളി, ബഷീർ മാമ്പുള്ളി എന്നിവർ നൽകിയ അപേക്ഷ പരിഗണിച്ച് പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ തന്റെ ഓണറേറിയം ഉപയോഗിച്ചാണ് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചത്. മിഴിയോരം റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതിയിലൂടെ പ്രവൃത്തി ഏറ്റെടുക്കാൻ നടപടിയും സ്വീകരിച്ചു. അടിയന്തരമായി ഈ റോഡൊന്ന് സഞ്ചാരമാക്കണം. ഒട്ടനവധി തവണ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവർ നേരിട്ട് തന്നെ പഞ്ചായത്തിലേക്ക് അപേക്ഷ നൽകി. ആ അപേക്ഷയാണ് പരിഗണിച്ച് ഈ നടപടി ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് ഇവിടെ ഇടുന്ന ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചുമതല ചാർജ് ഒരു പഞ്ചായത്തിലെ ജനപ്രതിനിധി എന്ന രീതിയിൽ എനിക്ക് ലഭിക്കുന്ന ഓണറേറിയം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. വളരെ ഭംഗിയായി അത് ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമാണ്. CPM ഗുരുവായൂർ പാലുവായ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫാസിൽ രക്തസാക്ഷി അനുസ്മരണം നടത്തി. പഞ്ചാരമുക്ക് സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം SFI സംസ്ഥാന പ്രസിഡന്റ് MS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം KS ബിജു അധ്യക്ഷത വഹിച്ചു. MA ഷാജി, ബിന്ദു അജിത് കുമാർ, CJ ബേബി, CV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ ഗ്രാമകം കൾച്ചറൽ അക്കാദമി നേതൃത്വത്തിൽ മലയാള ഭാഷയും മാറുന്ന കേരളവും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. കവിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് അധ്യാപകനുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി. PR മോഹനൻ അധ്യക്ഷനായി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, P കൃഷ്ണദാസ്, CF രാജു തുടങ്ങിയവർ സംസാരിച്ചു. പലപ്പോഴും നമ്മുടെയൊക്കെ മുന്നിൽ വന്ന് പല എഴുത്തുകാരും കവിതയൊക്കെ ചൊല്ലിപ്പോകുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ അവതരണത്തിൽ ഈ ഗ്രാസ് വേയൊക്കെ വരുന്നത് കടമ്പനിട്ട മഹാകവി കവി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കടമ്പനിട്ട രാമകൃഷ്ണൻ്റെ കാട്ടാളനും കിരാതവൃത്തവും കുറത്തിയും ഒക്കെ കേട്ടത് എൻ്റെ പള്ളിക്കൂടക്കാലത്താണ്. ആ പള്ളിക്കൂടക്കാലത്ത് കടമ്പനിട്ട വന്ന് ഈറ്റപ്പുലി നോറ്റുകിടക്കും ഈറൻ കണ്ണു തുറന്നും കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. പൊന്നയൂർ എടക്കര IDC ഇംഗ്ലീഷ് സ്കൂളിൽ കേരളപ്പിറവിയുടെ ഭാഗമായി ആർട്ട് എക്സിബിഷനും ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ കരകൗശല വസ്തുക്കളും പഴയകാല ഉപകരണങ്ങളും നാണയങ്ങളും കറൻസികളും പ്രദർശിപ്പിച്ചു. നാളികേരം ഉപയോഗിച്ചുള്ള രുചിയൂറുന്ന വിവിധ തരം പലഹാരങ്ങൾ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ കൊണ്ടുവന്നു. IDC എടക്കര സെക്ഷൻ മാനേജർ അലി മൽഹരി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ഷൈബ, അധ്യാപകരായ ഹാരിസ് ഹാറൂനി, ഷിഹാബ് ഹാറൂനി മറ്റധ്യാപകരും നേതൃത്വം നൽകി. എയ്യാൽ ഗ്രാമീണ വായനശാലയ്ക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസന പദ്ധതി പ്രകാരം കമ്പ്യൂട്ടർ അനുവദിച്ചു. ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ വായനശാല പ്രസിഡന്റ് രാജൻ എലവത്തൂർ അധ്യക്ഷത വഹിച്ചു. അഖിൽ എയ്യാൽ, PA ഉണ്ണികൃഷ്ണൻ, K പ്രഭാകരൻ, EK രവീന്ദ്രബോസ്, സുഗതാത് എന്നിവർ സംസാരിച്ചു. എടക്കഴിയൂർ അവതാർ ഗല്ലി കമ്മ്യൂണിറ്റി ക്ലബിലേക്കുള്ള പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. മുനീർ അയ്യത്തയിൽ പ്രസിഡന്റ്, ഷജീർ ഹുസൈൻ സെക്രട്ടറി, റിംനാസ് ട്രഷറർ കൂടാതെ 10 അംഗ കോർ കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,290 രൂപ, പവന് 90,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 157 രൂപ. ചരമം. കുന്നംകുളം യേശുദാസ് റോഡിൽ ഉല്ലാസ് അമ്രയിൽ നിര്യാതനായി. മുൻ മുനിസിപ്പൽ കൗൺസിലർ, ആർത്താറ്റ് കുന്നംകുളം ഓർത്തഡോക്സ് മഹാ ഇടവക മാനേജിംഗ് കമ്മിറ്റി മെമ്പർ
മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി ഗവേണിംഗ് ബോർഡ് മെമ്പർ, സെന്റ് മേരീസ് കിഴക്കേ പുത്തൻപള്ളി കൈക്കാരൻ, NCP കുന്നംകുളം മുൻ ബ്ലോക്ക് പ്രസിഡന്റ്, നാഷണലിസ്റ്റ് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജീന ഉല്ലാസ് ഭാര്യയാണ്. തോമസ് അമ്പ്രയിൽ, അഡ്വക്കേറ്റ് എൽസ അമ്പ്രയിൽ, ജോർജ് അമ്പ്രയിൽ എന്നിവർ മക്കളാണ്. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടത്തും. കടവല്ലൂർ കല്ലുംപുറം കൊത്തോളിപ്പറമ്പിൽ പരേതനായ കുട്ടാപ്പു മകൻ കുട്ടൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. ജാനകി ഭാര്യയും കിരൺ, ദീപ്തി എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ചെറുളിക്കുളമേത്ത് വീട്ടിൽ മോഹനൻ ഭാര്യ ജയന്തി നിര്യാതയായി. 71 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. അനുസ്മിത, അജിത, അനൂപ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.